ഇന്ന് നമുക്കറിയാം എല്ലാവരും റിസർച്ച് അസിസ്റ്റന്റിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമുക്ക് കൊമേഴ്സിന്റെ നമുക്കറിയാലോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും, എല്ലാവരും അറ്റൻഡ് ചെയ്തതാണ്, ഈസി ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന്റെ ആൻസേഴ്സ് നമുക്കൊന്ന് നോക്കാം. ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൊമേഴ്സിന്റെ ഭാഗത്തുനിന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിലെല്ലാവർക്കും ആൻസർ കീ ഒക്കെ കിട്ടി കാണും. എന്നാലും നമുക്കൊന്ന് അതിന്റെ ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. കുറെ പേർക്ക് ഇനി അറിയാത്തത് ഉണ്ടാകാം. വേഗം നമുക്ക് നോക്കി പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, whose theory affirms that humans have 3 motivational drivers regardless of age and gender? നമ്മൾ മോട്ടിവേഷൻ തിയറീസ് ഒക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തിരുന്നു ആണല്ലോ. മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഫങ്ഷൻസിലൊക്കെ നമ്മൾ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് മാസ്ലോസ് തിയറി, ഹെർസ്ബർഗ് റൂംസ്, മാക്ലിലാൻഡ്സ് തിയറി ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഹൂസ് തിയറി affirms that humans have 3 motivational drivers regardless of age and gender. ഏതാണ് അതിന്റെ റൈറ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. മാക്ലിലാൻഡ്സ് തിയറിയിലാണ് 3 മോട്ടിവേഷണൽ ഡ്രൈവേഴ്സ് ആണ് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നത് എന്നാണ് മാക്ലിലാൻഡ് പറയുന്നത്. അവിടെ ഏജോ ജെൻഡറോ ഒന്നും അല്ല അവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഏതൊക്കെയാണ് 3 തിയറീസ്? ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? ഏതൊക്കെയാണ് ഡ്രൈവിംഗ് ഫോഴ്സ്? ഏതൊക്കെയാണ്? അച്ചീവ്മെന്റ്, ദെൻ അടുത്തത് എഫിലിയേഷൻ ആൻഡ് പവർ. ഇതാണ്. അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. മാക്ലിലാൻഡ് ആണ് 3 മോട്ടിവേഷണൽ ഡ്രൈവേഴ്സ് പറഞ്ഞിരിക്കുന്നത്. മാസ്ലോസിൽ 5 ഉണ്ട് അല്ലെ. 5 മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയിൽ നമ്മൾ 5 പഠിച്ചു. ഹെർസ്ബർഗ്സ് 2 ഫാക്ടർ തിയറി അല്ലെ, അവിടെ 2 ഫാക്ടറാണ്, ഹൈജീൻ ഫാക്ടറും മോട്ടിവേഷൻ ഫാക്ടേഴ്സും. ദെൻ റൂംസ് എക്സ്പെക്ടൻസി തിയറി എന്നാണ് പഠിച്ചത്. ഇത് റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ ഓപ്ഷൻ ഡി നമ്മൾ പഠിച്ചതാണത്. വിച്ച് among the following is not a quality management tool? ഇതിൽ ക്വാളിറ്റി മാനേജ്മെന്റ് ടൂൾ അല്ലാത്തത് ഏതാണ്? പാരറ്റോ ചാർട്ട് ക്വാളിറ്റി മാനേജ്മെന്റ് ടൂൾ ആണ്. ഹിസ്റ്റോഗ്രാം, സ്കാറ്റർ ഡയഗ്രാം, ഇത് 3 എന്താണ്? ക്വാളിറ്റി മാനേജ്മെന്റ് ടൂൾ ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, ക്ലിക്ക്. ക്ലിക്ക് എന്നാണ് പറയുന്നത്. ക്ലിക്ക് എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം അറിയാവോ? ക്വാളിറ്റി ലേണിംഗ് ഇന്ററാക്റ്റീവ് നോളജ്. ക്ലിക്ക്, ക്വാളിറ്റി ലേണിംഗ് നോളജ്. എന്താ ക്ലിക്ക് എന്ന് പറയുന്നത്? അതൊരു സോഫ്റ്റ്വെയർ വെണ്ടർ ആണ് ക്ലിക്ക് എന്ന് പറയുന്നത്. അതെന്താണ് അവർ സ്പെഷ്യലൈസിങ് ചെയ്തിരിക്കുന്നത്? ഡാറ്റ വിഷ്വലൈസേഷൻ, എക്സിക്യൂട്ടീവ് ഡാഷ്ബോർഡ്, അതിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ വെണ്ടർ ആണ് ക്ലിക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റു 3 ക്വാളിറ്റി മാനേജ്മെന്റ് ടൂൾസ് ആണ്. അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ദെൻ question number 3. A transaction that involves an increase in current ratio but no change in working capital. അല്ലെ, നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? കറന്റ് അസെറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റി. ഇവിടെ എന്താ പറയുന്നത്? ഒരു ട്രാൻസാക്ഷൻ, 4 ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. ഇതില് വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്നില്ല, ഒരു മാറ്റങ്ങളും വരുത്തുന്നില്ല. പക്ഷെ കറന്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്താ കറന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ? കറന്റ് അസെറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി അല്ലെ. ഇതിലേതാണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. പേയ്മെന്റ് ടു ട്രേഡ് ക്രെഡിറ്റേഴ്സ്. പേയ്മെന്റ് ടു ട്രേഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളാ ഓപ്ഷൻ സിയിൽ വരുന്നത്? പേയ്മെന്റ് ടു ട്രേഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ കറന്റ് അസെറ്റ്സ് ഡിക്രീസ് ആവും അല്ലെ, ക്യാഷ് അല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പൊ കറന്റ് അസെറ്റ് കുറയും, കറന്റ് ലയബിലിറ്റി ഓൾസോ ഡിക്രീസ്ഡ് അല്ലെ. കറന്റ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ലയബിലിറ്റി, കറന്റ് ലയബിലിറ്റി ആണ് കുറഞ്ഞു. അപ്പൊ എന്താ ഉണ്ടാവുന്നത്? കറന്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്യും അല്ലെ. കറന്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്യും. എന്തുകൊണ്ടാണ്? അവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ
ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ കറണ്ട് റേഷ്യോ ഇൻക്രീസ് ചെയ്യും, ബട്ട് ദർ ഈസ് നോ ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിൽ മാറ്റമൊന്നും വരുന്നില്ല. ഓക്കെ, ഇതാണ് റൈറ്റ് ആൻസർ വരുന്നത്, പേയ്മെന്റ് ടു ട്രേഡ് ക്രെഡിറ്റേഴ്സ്. Then question number 4. DuPont formula was developed by. DuPont formula ആരാണ്? നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ വരാം. ജെയിംസ് ഡ്യൂപോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആൽഫ്രഡ് പോട്ടർ, ഡൊണാൾഡ് ബ്രൗൺ, ജെയിംസ് ഡ്യൂപോണ്ട്, FW ടൈലർ. ഏതാണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. DuPont formula was developed. The formula was developed by Donaldson Brown ആണ്. Okay. Fifth question. A dash hypothesis is one which at a low level of abstraction. Low level of abstraction ഏത് ഹൈപ്പോത്തിസിസിനാണ്? ഓപ്ഷൻ സി, ക്രൂഡ് ഹൈപ്പോത്തിസിസ്. ഓക്കെ, രണ്ട് തരം ഹൈപ്പോത്തിസിസ് ആണ്. നള്ളും ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. എന്താ നൾ ഹൈപ്പോത്തിസിസ്? നമുക്കറിയാം. ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എന്താണ്? എന്താ ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് റിസർച്ച് ഹൈപ്പോത്തിസിസ് ആണ് അല്ലെ. ഒരു റിസർച്ചില് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നോൺ എക്സ്പെരിമെന്റൽ റിസർച്ചിലാണ് കൂടുതലും റിസർച്ച് ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തിസിസ് യൂസ് ചെയ്യുന്നത്. എന്തായിരിക്കും അവിടെ സ്പെസിഫൈ ചെയ്യുന്നത് അല്ലെ? ഇൻഫ്ലുവൻസ് ബിറ്റ്വീൻ ടു വാരിയബിൾ, റിലേഷൻ ബിറ്റ്വീൻ ടു വാരിയബിൾസിന് ഇൻഫ്ലുവൻസ് ആണ് ഡിസ്ക്രിപ്റ്റീവ്. മറ്റു രണ്ട് ഹൈപ്പോത്തിസിസ് ആണ് ക്രൂഡ് ആൻഡ് റിഫൈൻഡ് ഹൈപ്പോത്തിസിസ്. അപ്പൊ ക്രൂഡ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ലോ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ആണ്, ലോവർ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ആണ്. റിഫൈൻഡ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോർ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റിസർച്ചിലെ ഒരു ഹൈപ്പോത്തിസിസ് ആണ് റിഫൈൻഡ് ഹൈപ്പോത്തിസിസ്. അപ്പൊ ഇവിടെ എന്താണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? A hypothesis is one which is at low level of abstraction is known as crude hypothesis. Fifth one. Longitudinal research approach deals with. നമ്മൾ പറഞ്ഞിരുന്നു ഓപ്ഷൻ എ റൈറ്റ് ആൻസർ. ലോങ് ടേം റിസർച്ചിനെയാണ്. ഓർക്കുന്നുണ്ടോ? ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് നമ്മളൊരു വ്യക്തിയിൽ, ഇപ്പൊ ഇതൊരു സൈക്കോളജിക്കൽ റിസർച്ചിലൊക്കെയാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുക. അതായത് ഒരു വ്യക്തിയിൽ, ഇപ്പൊ ഒരു കൊച്ചുകുട്ടി മുതൽ ഒരു അഡൽട്ട് ആവുന്ന വരെയുള്ള കാലഘട്ടത്തിൽ ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന് സംഭവിക്കുന്ന മാറ്റങ്ങൾ, ബിഹേവിയർ ചേഞ്ചസ്, ഇതൊക്കെ പഠിക്കണമെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് നടത്തണം അല്ലെ. ഒരു പർട്ടിക്കുലർ പീരീഡിൽ നടത്തിക്കൊണ്ട് കാര്യമില്ല, കുറെ വർഷങ്ങളോളം നടത്തണം. അതിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് അപ്രോച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് പറയുന്നതാണ് ടൈപ്പ് 1 എറർ ഒക്കേഴ്സ് വെൻ. എപ്പോഴാണ് ടൈപ്പ് 1 എറർ ഉണ്ടാവുന്നത്? രണ്ട് ടൈപ്പ് എറേഴ്സ് നമ്മൾ പഠിച്ചു, ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. അറിയാമല്ലോ. ടൈപ്പ് 1 എന്താ പ്രത്യേകത? ടൈപ്പ് 1ന്റെ പ്രത്യേകത ഫാൾസ് പോസിറ്റീവ് അല്ലേ. പക്ഷെ ടൈപ്പ് 2ന്റെ പ്രത്യേകത എന്താണ്? ഫാൾസ് നെഗറ്റീവ്. അപ്പോ എന്താണ് ടൈപ്പ് 1 എറർ ഒക്കേഴ്സ്? എപ്പോഴാണ് ടൈപ്പ് 1 എറർ ഒക്കേഴ്സ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. എന്താണ്? നൾ ഹൈപ്പോത്തിസിസ് ഗെറ്റ്സ് റിജക്റ്റഡ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് ട്രൂ. അതാണ് ടൈപ്പ് 1 എറർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൾ ഹൈപ്പോത്തിസിസ് ഗെറ്റ്സ് റിജക്റ്റഡ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് ട്രൂ. ഓക്കെ, അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പൊ എന്താണ് ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും? റിസർച്ചർ ഫെയിൽസ് ടു റിജക്റ്റ്. അതാണ് ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത്. റിസർച്ചർ ഫെയിൽസ് ടു റിജക്റ്റ് എ നൾ ഹൈപ്പോത്തിസിസ് ദാറ്റ് ആക്ച്വലി ഫോൾസ്. അതാണ് ടൈപ്പ് 2 എറർ. ക്ലിയർ ആയല്ലോ? ടൈപ്പ് 1 എറർ നൾ ഹൈപ്പോത്തിസിസ് ഗെറ്റ്സ് റിജക്റ്റഡ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് ട്രൂ. പക്ഷെ ടൈപ്പ് 2 എറർ എന്ന് പറയുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഫെയിൽസ് ടു റിജക്റ്റ് the null hypothesis even if it is false. Okay, question number 8. If the field of enquiry is not homogeneous, പറഞ്ഞിട്ടുണ്ട് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോട്ട് ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഒരു population and contains variety of item, the sampling method adopted is. Good morning Veena. Good morning Ella. Good afternoon Veena. How are you? സുഖായിരിക്കുന്ന? എക്സാം ഒക്കെ കഴിഞ്ഞ്? ഓക്കെ, ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് അല്ലെ. ഹെട്രോജീനിയസ് ആകുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? എന്താണ് സ്ട്രാറ്റിഫൈഡ്
ഓക്കെ. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ് അല്ലെ, നമ്മൾ പറഞ്ഞിരുന്നു. എന്താ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്? പോപ്പുലേഷൻ ഓരോ നമുക്ക് എന്താണ് ഓരോ സ്ട്രാറ്റ അല്ലെ ഓരോ ഗ്രൂപ്പായിട്ട് തിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ ഇൻകം അനുസരിച്ച് അല്ലെങ്കിൽ ജെൻഡർ അനുസരിച്ച് അങ്ങനെ എന്നിട്ട് സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ ഹെട്രോജീനിയസ് ആയിട്ടുള്ളതാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. സ്നോബോൾ സാമ്പിളിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. സ്നോബോൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു അല്ലെ, ഒരു പെർട്ടിക്കുലർ ഒരു ഗ്രൂപ്പിനെ എടുത്ത് സ്റ്റഡി ചെയ്ത് അതിൽ നിന്നും നമ്മൾ കണക്ട് ചെയ്ത് അടുത്ത സാമ്പിളിനെ തിരഞ്ഞെടുക്കുന്നത്. അതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 9. Which of the following statements are true regarding ARR method? Average rate of return. അല്ലെ, നമ്മൾ പഠിച്ചതാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. എന്താണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ക്യാഷ് ഫ്ലോസ് ജനറേറ്റഡ് ബൈ എ പ്രോജക്റ്റ്. കറക്റ്റ് ആണ് അല്ലെ. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ക്യാഷ് ഫ്ലോ ജനറേറ്റഡ് ബൈ എ പ്രോജക്റ്റ്. It doesn't differentiate between investments that yield different cash flows over the life of the project. അതാണ് അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതും കറക്റ്റ് ആണ്. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേണിനെ സംബന്ധിച്ച് കണ്ട, ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെന്റ്സ് ദാറ്റ് yield ഡിഫറെന്റ് ക്യാഷ് ഫ്ലോ ഓവർ ദ ലൈഫ് ടൈം ഓഫ് ദ പ്രോജക്ട്. മൂന്നാമത്തെ നോക്കി, ഇറ്റ് ഇഗ്നോർ ടൈം വാല്യൂ ഓഫ് മണി. കറക്റ്റ് അല്ലേ. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ട്രഡീഷണൽ മെത്തേഡാണ്, മോഡേൺ മെത്തേഡിൽ പറയുന്നതല്ല. എന്താണ് ഇവിടെ, എന്താണ് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ മോഡേൺ മെത്തേഡ് എന്താണ് എന്താ പറയാ, മോഡിഫൈഡ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്, IRR അല്ല NPV ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേണില് ടൈം വാല്യൂവിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പൊ എന്താണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ്. ഇത് മൂന്നും ആവറേജ് റേറ്റ് ഓഫ് റിട്ടേണിനെ സംബന്ധിച്ച് ട്രൂ ആണ്. റൈറ്റ് ആൻസർ എ ആണ്. മൂന്നും കറക്റ്റ് തന്നെയാണ്. ആണോ? എന്താ കൺഫ്യൂഷൻ വന്നത്? ഡസ് നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെന്റ്സ് ദാറ്റ് yield ഡിഫറെന്റ് ക്യാഷ് ഫ്ലോ ഓവർ ദ ലൈഫ് ടൈം ഓഫ് ദ പ്രോജക്റ്റ് അല്ലെ. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അത് കറക്റ്റ് ആണല്ലോ. ടൈം വാല്യൂ കൺസിഡർ ചെയ്യുന്നില്ല ബേസ്ഡ് ഓൺ, നമുക്കറിയാം. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ വരുന്നത്. Then 10th one. Dash is commonly referred as index investing. Index investing എന്ന് പറയുന്നതിന് വേറൊരു പേരാണ് പാസീവ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. രണ്ട് ടൈപ്പ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഉണ്ട്. ആക്റ്റീവ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റും പാസീവ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. ആ പേരിൽ തന്നെയുണ്ട്, ആക്റ്റീവ് പോർട്ട്ഫോളിയോ, പാസീവ്. പാസീവ് പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ അവിടെ എന്താ പ്രത്യേകത? ഇറ്റ് ഈസ് യൂസ്, പാസീവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻഡെക്സ് ഫണ്ട്സ് വെച്ചിട്ടാണ്. ഓക്കെ, അതിന് പറയുന്നതാണ് ഇൻഡെക്സ് ഇൻവെസ്റ്റിംഗ്. എന്താ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അല്ലെ, ഒരു പോർട്ട്ഫോളിയോ ഓഫ് സ്റ്റോക്ക് ഓർ ബോൺസ് അല്ലെ, ഓർ എന്താ പറയുന്നത്, മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് എയിംസ് ടു റിപ്ലിക്കേറ്റ് ദ പെർഫോമൻസ് ഓഫ് എ സ്പെസിഫിക് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പൊ റൈറ്റ് ആൻസർ എന്താണ്? ഇൻഡെക്സ് ഇൻവെസ്റ്റിംഗ്, പാസീവ് പോർട്ട്ഫോളിയോ. 11th question. The key factor that distinguishes പ്രോജക്റ്റ് മാനേജ്മെന്റ് ഫ്രം ജസ്റ്റ് മാനേജ്മെന്റ്. രണ്ടും നമ്മൾ പറഞ്ഞതാണ്. മാനേജ്മെന്റും എന്താണ്, മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? പ്രോജക്റ്റ് മാനേജ്മെന്റും തമ്മിലുള്ളത് എന്തായിരിക്കും ഡിഫറൻസ്? ഓപ്ഷൻ ഡി ആണ്, ഹാസ് എ ഫൈനൈറ്റ് ടൈം സ്പാൻ. കണ്ടോ, പ്രോജക്റ്റ് മാനേജ്മെന്റിൽ നിന്നും പ്രോജക്റ്റ് മാനേജ്മെന്റിനുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പ്രോജക്റ്റ് മാനേജ്മെന്റ് ഹാസ് എ ഫൈനൈറ്റ് ടൈം സ്പാൻ ഉണ്ട്. പിന്നെ ബാക്കിയൊക്കെ ഡിഫറൻസ് ആണ്. കാരണം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്, എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ പ്രൊഫഷണൽ സ്കിൽസ് ആവശ്യമാണ്, ഇഫക്റ്റീവ് ടീം വർക്ക്, അതൊക്കെ രണ്ടിനും ആവശ്യമാണ്. പക്ഷെ ഹാസ് എ ഫൈനൈറ്റ് ടൈം സ്പാൻ ആണ്. പ്രോജക്ട് മാനേജ്മെന്റിന് ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവുന്നത് വരെയാണ്. അതുകൊണ്ടാണ് അത് ഹാസ് എ ഫൈനൈറ്റ് ടൈം സ്പാൻ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 13.
ഓക്കെ. ഇതൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഓരോ പോയിന്റ്സുകളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മളിപ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴൊക്കെ ഒരു ഇതൊക്കെ നമ്മൾ ഓരോ പോയിന്റ് ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത പോയിന്റുകളാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. പക്ഷെ കൂടുതലും അത് ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് മാത്രം. നമ്മൾ തിയററ്റിക്കൽ ആയിട്ടുള്ള ക്ലാസ്സുകളിൽ ഒക്കെ സ്ട്രെസ് ചെയ്തിരുന്നു. Question number 12. Which among the following is a type of project audit? ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രോജക്റ്റ് ഓഡിറ്റ് ഉണ്ട്? പെർഫോമൻസ് ഓഡിറ്റ്, കംപ്ലയൻസ് ഓഡിറ്റ്, ഫിനാൻഷ്യൽ ഓഡിറ്റ്, ഓൾ ഓഫ് ദി അബവ്. ഓപ്ഷൻ ഡി അല്ലേ? തെറ്റിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അതാണ് ക്ലാസ് കേട്ടിരുന്നവരാണെങ്കിൽ, കറക്റ്റ് ആയിട്ട് കേട്ട് പോയവരാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് നോട്ട്സ് ഒക്കെ എഴുതി വെച്ചവരാണെങ്കിൽ അവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. എന്തായിരിക്കും പ്രോജക്റ്റ് ഓഡിറ്റ്? ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? ഓപ്ഷൻ ഡി ആണ്. കാരണം പെർഫോമൻസ് ഓഡിറ്റ് ചെയ്യാം, നമ്മൾ വില നോക്കും, പരിശോധിക്കും. എന്താ ഓഡിറ്റ് എന്ന് പറയുന്നത്? റീചെക്ക് ചെയ്യാണ്. കംപ്ലയൻസ് ഓഡിറ്റ് അല്ലെ, എല്ലാ റൂൾസ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നത്. ഫിനാൻഷ്യൽ കാര്യങ്ങളാണ്. അപ്പൊ ഓൾ ഓഫ് ദി അബവ്. അത് തെറ്റിക്കാൻ വഴിയില്ല എന്ന് തോന്നുന്നു. ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 13. Dash causes over capitalization. ഓവർ ക്യാപിറ്റലൈസേഷൻ എന്തായിരിക്കും കാരണം? ഒരുപാട് കാരണങ്ങളുണ്ട് ഓവർ ക്യാപിറ്റലൈസേഷന്. എന്തൊക്കെയാണ്? ഓപ്ഷൻ എ, റേസിംഗ് ഹയർ എമൗണ്ട് ത്രൂ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ദാൻ കമ്പനി നീഡ്സ്. അത് കറക്റ്റ് ആണ് അല്ലെ? ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നതിലേക്ക് ലീഡ് ചെയ്യും. രണ്ടാമത്തെ, ഡിപ്രീസിയേഷൻ പോളിസി. കണ്ട, അതും ഓവർ ക്യാപിറ്റലൈസേഷന് കാരണമാണ്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഇസ് നോട്ട് മെയ്ഡ് പ്രോപ്പർലി അല്ലെ? ഡിപ്രീസിയേഷന്റെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രൊവിഷൻ പ്രോപ്പർ ആയിട്ടല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ലീഡ് ടു ഓവർ ക്യാപിറ്റലൈസേഷൻ. തേർഡ് വൺ, ഹ്യൂജ് പേയ്മെന്റ് ഫോർ ദി എക്വിസിഷൻ ഓഫ് ഫിക്ടീഷ്യസ് അസറ്റ്സ് അല്ലെ? ഫിക്ടീഷ്യസ് അസറ്റ്സ് വാങ്ങിക്കാനായിട്ട് നമ്മൾ നടത്തുന്ന ഹ്യൂജ് പേയ്മെന്റുകൾ, അതൊക്കെ ഓവർ ക്യാപിറ്റലൈസേഷനിലേക്ക് ലീഡ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല കേട്ടോ, പ്രൊമോഷണൽ എക്സ്പെൻസസ്, പുവർ മാനേജ്മെന്റ്, ഇതൊക്കെ ഓവർ ക്യാപിറ്റലൈസേഷന് കാരണമാവുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്, ഹൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സുകളൊക്കെ ഓവർ ക്യാപിറ്റലൈസേഷന് കാരണമാവും. അപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഓവർ ക്യാപിറ്റലൈസേഷന് ഇത് മൂന്നും കാരണമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. Which of the following statements are true regarding? എന്താണ് CAPM? ഞാൻ ലാസ്റ്റ് ക്ലാസ്സിലാന്ന് തോന്നുന്നു അത് ഫോർമുല അടക്കം പറഞ്ഞു തന്നിരുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. എന്താണ് ക്യാപിറ്റൽ ഓക്കെ അല്ലെ? മോഡൽ എന്തായിരിക്കും അതിൽ പറയുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ എന്നാ ചോദിക്കുന്നത്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ് ട്രൂ? ഫസ്റ്റ് വൺ, ഇറ്റ് എസ്റ്റാബ്ലിഷസ്. എന്താണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ? എന്താ അതിന്റെ പ്രത്യേകത? അതൊരു ഫിനാൻഷ്യൽ അല്ലെ, നമ്മൾ കാര്യങ്ങൾക്ക് അല്ലെ ഉപയോഗിക്കുന്നതാണ്. ഫിനാൻഷ്യൽ മോഡലാണ്. അവിടെ എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്? എക്സ്പെക്റ്റഡ് അല്ലെ, എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഓർ അസറ്റ്സ് ആണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു അസറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്നോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ. അപ്പൊ അവിടെ എന്താണ് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നത്? രണ്ട് കാര്യങ്ങളൊക്കെ അവിടെ കൺസിഡർ ചെയ്യും ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലില്. എന്തായിരിക്കും ഗിവൺ അല്ലെ? റിസ്ക് ആൻഡ് എന്താണ് റിട്ടേൺ ആൻഡ് ടൈം വാല്യൂ ഓഫ് മണി. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ എന്താണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? ഓപ്ഷൻ 1ഉം 2ഉം ആണ് അല്ലെ? 1ഉം 2ഉം കറക്റ്റ് ആണ് റിഗാർഡിംഗ് ദി എന്താണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലില്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. എന്താണ് 3 എന്ന് പറയുന്നത്? എന്താണ് സെക്കൻഡ് വൺ, ബീറ്റ ഈസ് എ മെഷർ ഓഫ് സെക്യൂരിറ്റി റിസ്ക് ആണ്, റിലേറ്റഡ് ടു ദി റിസ്ക് ഓഫ് മാർക്കറ്റ് പോർട്ട്ഫോളിയോ. അത് ശരിയാണ്. മൂന്നാമത്തെ നോക്കിയത്, വാല്യൂ ഓഫ് ബീറ്റ മെഷേഴ്സ് ബോത്ത് സിസ്റ്റമാറ്റിക് ആൻഡ് അൺസിസ്റ്റമാറ്റിക്. അതില്ല, ഓൺലി സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് എ സെക്യൂരിറ്റി മാത്രമേ മെഷർ ചെയ്യുള്ളൂ. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ഇത് രണ്ടും ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ 1 and 2. ക്ലിയർ? നെക്സ്റ്റ് വൺ, എന്താണ് അടുത്തത് പറയുന്നത്? എന്തായിരിക്കും? ACC കേട്ടോ?
weighted average cost of capital. Weighted average cost of capital for a given firm is എന്താണ്? ഓപ്ഷൻ ഡി. ഓക്കെ, വെരി ഗുഡ്. എന്താ? ബ്ലൻഡഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് കോമൺ ഷെയർസ്, പ്രിഫേർഡ് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റ്. അല്ലെ, എന്താണ് എന്താ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? എന്തായിരിക്കും? ഒരു കമ്പനിയുടെ ആവറേജ്, അല്ലെ, ആവറേജ് ആഫ്റ്റർ ടാക്സ് ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ഒരു കമ്പനിയുടെ ആവറേജ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് ഫ്രം ഓൾ സോഴ്സസ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അതിലെന്തൊക്കെ പെടാം? കോമൺ സ്റ്റോക്ക് പെടാം, പ്രിഫേർഡ് സ്റ്റോക്ക് പെടാം, ക്ലിയർ. അതുപോലെ തന്നെ ബോൺസ് പെടാം, അല്ലെങ്കിൽ ഫോംസ് ഓഫ് എന്താ പറയുന്നത്, ഡെപ്റ്റുകൾ, ഇതൊക്കെ അതിൽ ഉൾപ്പെടാം. അതാണ് ബ്ലൻഡഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് കോമൺ ഷെയർസ്, പ്രിഫേർഡ് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. എന്താണ്? ക്ലിയർ ആണ്? ഓക്കെ, നാം കറക്റ്റ് ആക്കിയിട്ടുണ്ടല്ലോ അല്ലെ. Question number 16. The framework introduced by SEBI, Security Exchange Board of India, mandating certain listed companies to disclose their ESG related information is. എന്തായിരിക്കും ആ ഫ്രെയിംവർക്കിനെ പറയുന്നത്? ഓപ്ഷൻ ബി. എന്താണ് ബി എന്ന് പറയുന്നത്? BRSR, ബിസിനസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ്. നമ്മൾ ഇതിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു. എന്താണ്? ഒരു അതായത് നിർബന്ധമായിട്ടും അവരെന്ത് ചെയ്യണം? ആസ് എ പാർട്ട് ഓഫ് എന്താണ് business responsibility and sustainability report, they have to disclose their ESG related informations, environmental, social and എന്താണ് governance. Okay. 17th, the scale that reports the ranking of the data without actually establishing the degree of variation between them. എന്തായിരിക്കും? The scale that reports the ranking of data without actually establishing the degree of variation between them. Option B. Ordinal scale ആണ്. Second level of. അത് teacher. Okay, BRSR ആണ്. ഓക്കെ, എന്താണ് ഇവിടെ രണ്ടാമത്തെ പറയുന്നത്? ഓർഡിനൽ സ്കെയിൽ. ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ലെവൽ ഓഫ് മെഷർമെന്റ് നമ്മൾ പഠിച്ചതാണ് ഓർഡിനൽ സ്കെയിലില്. ഇവിടെ എന്താ പ്രത്യേകത? ഇറ്റ് റിപ്പോർട്ട്സ് ദി റാങ്കിങ് ആൻഡ് ഓർഡർ ഓഫ് ദി ഡാറ്റ. കണ്ടോ, ഇവിടെ റാങ്കിങ് ആൻഡ് ഓർഡർ ഓഫ് ദി ഡാറ്റ ആണ്. ഇവിടെ പ്രത്യേകത എന്താ? വിത്തൗട്ട് actually establishes the degree of variations between them. Okay, അതാണ് ordinal scale. Option 18. In dash research design method, researcher manipulates one or എഴുതിയോ? അതിന്റെ ടീച്ചർ ബി അല്ലേ വരുന്നത് ഓർഡിനൽ സ്കെയില്? ഓക്കെ ഓക്കെ, ഇത് ശരിയാക്കിയോ? 18th നോക്കി എന്താ പറയുന്നത്? റിസർച്ചർ മാനിപ്പുലേറ്റ് വൺ ഓർ മോർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് മെഷർ ദർ ഇഫക്ട്സ് ഓൺ ഡിപെൻഡന്റ് വേരിയബിൾ ഈസ് നോൺ ആസ് ഓപ്ഷൻ സി. അല്ലെ, എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ ആണ്. സിമ്പിൾ ആണ്. ഇനി അടുത്തതൊക്കെ അടുത്തതൊക്കെ ഓൾ ഓഫ് ദി അബവ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. In order to achieve, ചിലപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും ഒരു ഉത്തരം ഉണ്ടായിരിക്കും. In order to achieve construct validity in measurement, which of the following is necessary? In order to achieve construct validity, അല്ലേ നമ്മൾ നോക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? Face validity, content validity, criteria validity, all of the above. എന്താണ്? എന്തായിരിക്കും? all of the above അല്ലെ. അവിടെ ഫേസ് വാലിഡിറ്റി. എന്താ ഫേസ് വാലിഡിറ്റി എന്ന് പറയുന്നത്? ഹൗ എ മെഷർ ഓർ പ്രൊസീജിയർ അപ്പിയേഴ്സ് അല്ലെ. എന്താ കണ്ടന്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞാല്? കണ്ടന്റ് ഇവാലുവേറ്റ്. എന്താ കണ്ടന്റ് വാലിഡിറ്റിയിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഹൗ വെൽ ആൻ ഇൻസ്ട്രുമെന്റ് കവേഴ്സ് all the relevant parts of the construct it aims to measure.
ദെൻ ക്രൈറ്റീരിയൻ വാലിഡിറ്റി എന്തായിരിക്കും? അപ്പൊ ഇത് മൂന്നും വേണം അല്ലെ? അതാ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതെന്താന്നൊക്കെ പറഞ്ഞത്. കണ്ടന്റ് വാലിഡിറ്റി, ക്രൈറ്റീരിയ അല്ലെ? വെൽ ടെസ്റ്റ് കോറിലേറ്റ്. എന്താണ് ക്രൈറ്റീരിയൻ വാലിഡിറ്റി? വിത്തിൻ എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ് ആൻഡ് ദി ക്രൈറ്റീരിയ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അത് ശരിയാക്കിയിട്ടുണ്ടാവും. ഓൾ ഓഫ് ദി എബവ്. Question number 2. Comparative statements are also known as. എന്താണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ്? കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് പറയുന്ന വേറൊരു പേരാണ് ഹൊറിസോണ്ടൽ അനാലിസിസ്. പിന്നെ വെർട്ടിക്കൽ അനാലിസിസും ഹൊറിസോണ്ടൽ അനാലിസിസും ഒക്കെ ഉണ്ട് അല്ലെ? എന്താണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ഹൊറിസോണ്ടൽ അനാലിസിസ് എന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാണ് അതിനെ ഹൊറിസോണ്ടൽ അനാലിസിസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ്. എന്താണ് ഹൊറിസോണ്ടൽ അനാലിസിസിൽ പറയുന്നത്? യൂസ്ഡ് ടു അനലൈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെ? കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഇതിനെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അനലൈസ് ചെയ്യാൻ. എങ്ങനെ? ബൈ കമ്പയറിംഗ് സ്പെസിഫിക് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് ഫോർ എ സർട്ടൻ പീരീഡ്, അല്ലെങ്കിൽ ഒരു സർട്ടൻ അക്കൗണ്ടിങ് പീരീഡ് വിത്ത് ദി എന്തായിരിക്കും അതർ പീരീഡുമായിട്ട് കമ്പയർ ചെയ്യണം. അപ്പൊ അത് മെയിൻ ആയിട്ട് റിസർച്ചർ ഉപയോഗിക്കുന്നത് ഒരു ട്രെൻഡ് അനലൈസ് ചെയ്യാനായിട്ടാണ്. ഇങ്ങനെയാണ് അവിടെ കമ്പയർ ചെയ്യുന്നത്. മറ്റു പീരീഡുകളിൽ നിന്നും മറ്റു ഓരോ പുതിയ പീരീഡുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക പ്രീവിയസ് ആയിട്ടുള്ളത്. അതാണ് ഹൊറിസോണ്ടൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ് റൈറ്റ് ആൻസർ? 20. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇങ്ങനെ നിങ്ങൾ മാർക്കുകളൊക്കെ നോക്കുക. ആൻസർ കീ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്രയാണ് മാർക്ക് വരുന്നത് എന്നുള്ളത് ഒരു ആവറേജ് രൂപത്തിൽ നമുക്ക് എത്താൻ പറ്റുമല്ലോ. പിന്നെ നമുക്ക് കട്ട് ഓഫ് മാർക്കൊക്കെ എത്രയാണ് വരുമ്പോൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അതനുസരിച്ച് എല്ലാവർക്കും നല്ല മാർക്കുകളൊക്കെ കിട്ടട്ടെ, നല്ലൊരു ഇതിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഇനിയും വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ വീണ. So all the best for your future. എല്ലാവർക്കും എല്ലാവക ആശംസകളും.